സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള വാല്യൂ ഔട്ട്പുട്ട് തരുന്ന ഓപ്പറേറ്ററായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ റിലേഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ കമ്പാരിസൺ ഓപ്പറേറ്ററിനകത്ത് നമ്മൾ പറഞ്ഞു വേരിയബിൾസിനകത്തെ വാല്യൂസ് തമ്മിലുള്ള അല്ലെങ്കിൽ ഒന്നിലധികം വേരിയബിൾസോ വാല്യൂസോ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഈക്വൽ ആണോ, ഈക്വൽ അല്ലയോ, ഗ്രേറ്റർ ആണോ, ഗ്രേറ്റർ അല്ലയോ, ലെസ് ദാൻ ആണോ അല്ലെങ്കിൽ ലെസ് ദാൻ അല്ലയോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ റിലേഷണൽ ഓപ്പറേറ്റർ വരുന്ന എക്സ്പ്രഷൻസ് ആണല്ലോ റിലേഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇതുപോലെയുള്ള റിലേഷണൽ എക്സ്പ്രഷൻസ് ആയിരിക്കും. റിലേഷണൽ എക്സ്പ്രഷൻസിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള എക്സ്പ്രഷൻ ഈക്വൽ ആണോ അല്ലയോ, അല്ലെങ്കിൽ രണ്ടും ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനാണ് ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. മൂന്നെണ്ണമാണ് മെയിനായിട്ടുള്ളത്: ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ലോജിക്കൽ ആൻഡ്: ഇഫ് ബോത്ത് ദ ഓപ്പറൻസ് ആർ ട്രൂ ദെൻ കണ്ടീഷൻ ബിക്കംസ് ട്രൂ. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും ലോജിക്കൽ ആൻഡ്? അപ്പം ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ, രണ്ടും സെയിം ആണെങ്കിൽ, രണ്ടും ട്രൂ ആണെങ്കിലായിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്താണ് ലോജിക്കൽ ഓർ. If any of the two operands are non-zero, then condition becomes true. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് എ ഓർ ബി? അപ്പം ലെഫ്റ്റ് ഓർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഓപ്പറേറ്റർ. ആ ഓർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എക്സ്പ്രഷനോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള എക്സ്പ്രഷനോ ട്രൂ ആണെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്താണ് ലോജിക്കൽ നോട്ട്. യൂസ്ഡ് ടു റിവേഴ്സ് ദ ലോജിക്കൽ സ്റ്റേറ്റ് ഓഫ് ഇറ്റ്സ് ഓപ്പറാൻഡ്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? നോട്ട് എ അല്ലെങ്കിൽ നോട്ട് ബി. അങ്ങനെയാണെങ്കിൽ ആ എ എന്നും ബി എന്നും പറയുന്ന എക്സ്പ്രഷൻ്റെ ഒറിജിനൽ വാല്യൂ എന്താണോ അത് ഫോൾസ് ആവുന്ന കണ്ടീഷനായിരിക്കും ഇവിടെ ട്രൂ ആയിട്ട് വരുന്നത്. ഇപ്പം നോട്ട് എ എന്ന് പറയുന്നതിനകത്ത് ഒരു എക്സ്പ്രഷനുണ്ട്. ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി. അങ്ങനെയാണെങ്കിൽ ആ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത് തെറ്റായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് എടുക്കുമ്പോഴായിരിക്കും ഇവിടെ ശരിയായിട്ട് വരുന്നത്, നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 3 ക്ലാസിഫിക്കേഷൻസ് ഓഫ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അടുത്തതാണ് പൈത്തൺ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. പൈത്തൺസ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ടെസ്റ്റ് ഫോർ മെമ്പർഷിപ്പ് ഇൻ എ സീക്വൻസ് സച്ച് ആസ് സ്ട്രിങ്സ്, ലിസ്റ്റ് ഓർ ടപ്പിൾസ്. There are 2 membership operators as explained below. അപ്പം മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ പൈത്തണിനകത്ത് വരുന്ന കുറച്ച് ബേസിക് ആയിട്ട് വരുന്ന ഡേറ്റ ടൈപ്പുകളാണ് ഈ ലിസ്റ്റ്, ടപ്പിൾ എന്നൊക്കെ പറയുന്നത്. അതായത് കുറേയധികം സീക്വൻസ് ഓഫ് വാല്യൂസ് ഇത്ര ഉദ്ദേശിക്കുക. നമ്മൾ ഡേറ്റ ടൈപ്പ് ഡീറ്റെയിലായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉദ്ദേശിക്കുക കുറേയധികം കളക്ഷൻ ഓഫ് ഡേറ്റകളുള്ള അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഡേറ്റയുള്ള ഒരു ഡേറ്റ ടൈപ്പാണ് ഈ ലിസ്റ്റും ടപ്പിൾ എന്നൊക്കെ പറയുന്നത് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ലിസ്റ്റ് ഓഫ് ഐറ്റത്തിനകത്ത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഐറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെക്ക് ചെയ്യുന്ന മെമ്പർ ആ ഒരു സീക്വൻസിനകത്ത് പെട്ട ആളാണോ, അതിനകത്തൊരു മെമ്പറാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. മെമ്പറാണോ അല്ലയോ, ആ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി 2 ഓപ്പറേറ്റേഴ്സാണുള്ളത്, ഇന്നും നോട്ട് ഇന്നും. ഫസ്റ്റ് വണ് ഇന്ന്. ഇവാലുവേറ്റ്സ് ടു ട്രൂ ഇഫ് ഇറ്റ് ഫൈൻഡ്സ് എ വേരിയബിൾ ഇൻ ദ സ്പെസിഫൈഡ് സീക്വൻസ് ആൻഡ് ഫോൾസ് അതർവൈസ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന മെമ്പർ ചെക്ക് ചെയ്യാൻ എടുക്കുന്ന ലിസ്റ്റിനകത്തുണ്ടെങ്കിൽ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യുന്നു. അടുത്തത് നോട്ട് ഇൻ. ഇവാലുവേറ്റ്സ് ടു ട്രൂ ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഫൈൻഡ് എ വേരിയബിൾ ഇൻ ദ സ്പെസിഫൈഡ് സീക്വൻസ് ആൻഡ് ഫോൾസ് അതർവൈസ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നോട്ട് ഇൻ? നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മെമ്പർ എടുക്കുന്ന സീക്വൻസിനകത്ത് ഇല്ലെങ്കിലായിരിക്കും ഇവിടെ ട്രൂ റിട്ടേൺ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് പൈത്തൺ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് കമ്പയർ ദ മെമ്മറി ലൊക്കേഷൻസ് ഓഫ് 2 objects. There are 2 ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് എക്സ്പ്ലെയിൻഡ് ബിലോ. അപ്പോൾ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാല്യൂവിനെ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പേരാണ് വേരിയബിൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ മെമ്മറി ലൊക്കേഷൻ സെയിം ആണെങ്കിൽ, ഈ വേരിയബിൾ പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ സെയിം ആണെങ്കിൽ, സെയിം ആണോ അല്ലയോ അങ്ങനത്തെ കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈസ് നോട്ട് എന്ന് പറയുന്ന 2 ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ്.
evaluates to true if the variables on either side of the operator point to the same object and false otherwise. ഇപ്പോൾ എക്സാമ്പിളായിട്ട് അപ്പം എക്സിൻ്റെ വാല്യൂ 20, വൈയുടെ വാല്യൂ 20, രണ്ട് വേരിയബിളാണ് എക്സും വൈയും. അപ്പോൾ രണ്ടിൻ്റെയും വാല്യൂ 20 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എക്സും വൈയും പോയിന്റ് ചെയ്യുന്ന എങ്ങോട്ടാണ്? 20 എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷന് നമ്മൾ രണ്ട് പേര് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ, എക്സ് എന്നും വൈ എന്നും. അപ്പോൾ ഇവിടെ എക്സ് ഈസ് വൈ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്? ട്രൂ ആയിരിക്കും. കാരണം എന്താ? എക്സും വൈയും പോയിന്റ് ചെയ്യുന്നത് സെയിം മെമ്മറി ലൊക്കേഷനിലോട്ടാണ്. അപ്പോൾ അവയുടെ മെമ്മറി ലൊക്കേഷൻ സെയിം ആണ്. ഇനി ഈസ് നോട്ട് evaluates to false if the variables on either side of the operator point to the same object and true otherwise. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഈസിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇപ്പം എക്സിൻ്റെയും വൈയുടെയും റെഫർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ സെയിം ആണെങ്കിൽ, അങ്ങനെ അല്ലാത്ത കേസിലായിരിക്കും ഇവിടെ ട്രൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് പൈത്തനകത്തെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്, രണ്ടെണ്ണം, ഈസും ഈസ് നോട്ടും. അപ്പോൾ ഇവിടെയെല്ലാം ഈ ഷോ എക്സാമ്പിളിനകത്ത് നിങ്ങൾക്കിവിടെ എക്സാമ്പിൾ കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓരോന്നിൻ്റെയും ഷോ എക്സാമ്പിൾ എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ കിടപ്പുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്, നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നേരത്തെ പഠിച്ചിരിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആയതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാഞ്ഞത്. ഇപ്പോൾ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി അങ്ങനെയുള്ളതിൻ്റെ എല്ലാം എക്സാമ്പിളും കൂടെ കിടപ്പുണ്ട്, അതും കൂടെ നിങ്ങൾ നോക്കി പഠിക്കാം. ഇനി കൊടുത്തിരിക്കുന്നത് പൈത്തനകത്തെ ഓപ്പറേറ്റർ പ്രിസിഡൻസ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഓപ്പറേറ്ററിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു. അടുത്തത് പ്രിസിഡൻസ്. നമ്മൾ പറഞ്ഞു ഒരു എക്സ്പ്രഷനകത്ത് ഒന്നിലധികം ഓപ്പറേറ്റേഴ്സ് ഉണ്ടാകാം, ഓപ്പറാൻസിൻ്റെ കൂടെ ഒന്നിലധികം ഓപ്പറേറ്റേഴ്സ് ഉണ്ടാകാം, റിലേഷണൽ ഉണ്ടാവാം, അരിത്തമെറ്റിക് ഉണ്ടാവാം, അങ്ങനെ പല ഓപ്പറേറ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പം എങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ആ ഒരു ഓപ്പറേറ്ററിൻ്റെ പ്രിസിഡൻസ് ഏറ്റവും ആദ്യമേ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഏതാണോ ആ ഒരു ഓർഡർ അനുസരിച്ചായിരിക്കും എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഏതാണ്? പ്രിസിഡൻസ് ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ്? എക്സ്പൊണൻഷ്യലിനാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കഴിഞ്ഞ് കോംപ്ലിമെൻറ്റ്, യൂണറി പ്ലസ്, മൈനസ്, അത് കഴിയുമ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അഡീഷനും സബ്ട്രാക്ഷനും ഒഴികെയുള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് അഡീഷൻ, സബ്ട്രാക്ഷൻ. മുകളിൽ കൊടുത്തിരിക്കുന്നത് യൂണറി പ്ലസ് ആണ് കേട്ടോ, യൂണറി പ്ലസ് മൈനസും ആണ്, യൂണറി പ്ലസും യൂണറി മൈനസും ആണ്. അത് കഴിഞ്ഞ് റൈറ്റ് ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ്, പിന്നെ ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓറ്, സാധാരണ ഓറ്, പിന്നെ കമ്പാരിസൺ ഓപ്പറേറ്റർ, ഇക്വാലിറ്റി ഓപ്പറേറ്റർ, അങ്ങനെ 13